പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന ദിവസം മഴയൊന്നുമില്ലായിരുന്നു, നല്ല വെയിലായിരുന്നേ. അപ്പോൾ നമ്മളുടെ ചെടിയൊക്കെ എല്ലാം കാടായി, കാരണം കണ്ടിന്യൂസ് മഴയുള്ള ദിവസങ്ങളായിരുന്നല്ലോ ഇതിനു മുന്നേ. അതുകൊണ്ട് തന്നെ ചെടി ഏതാ പുല്ലേതാന്ന് തിരിച്ചറിയാൻ മേലാത്ത പോലെ കാട് പിടിച്ച് നിൽക്കും. അപ്പം ഇത് നമുക്കൊന്ന് ഭയങ്കര ഡീപ്പ് ക്ലീനിങ് അല്ല, എന്നാലും ഒരു വൃത്തിയൊക്കെ തോന്നത്തക്ക രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാട്ടോ. പക്ഷെ എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലായിരുന്നു വെയിൽ പോകും, ഞാൻ ഓടിപ്പോയി പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുക്കും, പിന്നെയും വെയിൽ വരും, ഓടി മാറും. ഇങ്ങനെ കുളം കര കളിക്കില്ലേ, അതേപോലെയായിരുന്നു. നമ്മൾ ആ മരത്തിൻ്റെ ചുറ്റും വെച്ചിരിക്കുന്ന ബോർഡർ ഗ്രാസൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, നല്ല തിക്കായിട്ടുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വിട്ടു. ഞാനിതെല്ലാം ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് ചെടിയൊക്കെ ഒന്ന് ഹൈറ്റൊക്കെ കുറച്ച് നിർത്തി അത്യാവശ്യം ഒരു മെനയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 10 മണി ഒക്കെ കുറേ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പൂവിങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കാര്യം തലേദിവസം ചെയ്തു, ബാക്കിയൊക്കെ നമ്മൾ പിറ്റേ ദിവസം തൊട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ഈ ഒരു ദിവസം വെയിലുണ്ടായിരുന്നെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയെന്ന് വെച്ചാൽ അതായത് ഇതിൻ്റെ ചെടിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വൈകിട്ട് തൊട്ട് അങ്ങ് മഴ തുടങ്ങിയതാണ്. രാവിലെ അത് എല്ലാവർക്കും ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെന്താ, നമ്മുടെ എല്ലാ ദിവസത്തെയും ജോലി പോലെ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടായെന്ന് കണ്ടപ്പോഴത്തേനും ഞാൻ അരിയൊക്കെ കഴുകിയതിനകത്തേക്ക് ഇടട്ടെ. വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വോയിസ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനാണ് വീണ്ടും ഭയങ്കര മഴ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ സ്കൂളുള്ള ദിവസം ഞാൻ അങ്ങനെ ഇടിയപ്പ പരിപാടിക്കൊന്നും പോകത്തില്ലാത്തതാണ്. പക്ഷെ ഇന്ന് വിച്ചൂടനും ദേവൂടനും പലഹാരം കൊണ്ടുപോകണം, അതാണ് ഇന്ന് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കേട്ടോ. ഒരു ദിവസം ചോറാണെങ്കിൽ പിറ്റേ ദിവസം ഒരു പലഹാരം ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ വീണ്ടും മഴ പെയ്യുന്നുണ്ട്. ദേവൂട്ടന് മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്. അത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും വലിയ ഇഷ്ടം. പക്ഷെ ഞാനിപ്പം ഇടിയപ്പം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം അവരെ വിട്ടതിന് ശേഷമേ മുട്ടക്കറി ഉണ്ടാക്കുന്നുള്ളൂ. അവൻ പറഞ്ഞായിരുന്നു മുട്ടക്കറി ഉണ്ടാക്കി തന്നു വിട്ടാൽ മതിയെന്ന്. ഈ വിച്ചൂട്ടനാണെങ്കിൽ ഇതൊന്നും വേണ്ട, ഇങ്ങനെയുള്ള കറികളൊന്നും കൂട്ടില്ല. അവന് പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേവൂട്ടനും തൽക്കാലം തേങ്ങയും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തിങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. അവൻ ചോദിച്ചായിരുന്നു മുട്ടക്കറി ആയോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ് പതുക്കെ വെക്കുന്നുള്ളൂ, കുഞ്ഞിന്നിങ്ങനെ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തു. രാവിലെ എഴുന്നേറ്റിട്ട് മഴയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ പിന്നെയും മഴ പെയ്യുന്നുണ്ട്. മഴയുള്ള ദിവസം ഷൂ ഒന്നും ഇടണ്ടെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ദേവൂട്ടൻ ആ ടിപ്പ് ടോപ്പിൽ തന്നെ പോകണം. എന്നാ മഴയാണെങ്കിലും അവന് ഷൂ ഒക്കെ ഇട്ടിട്ട് പോകണം. വിച്ചൂട്ടൻ പക്ഷേ അങ്ങനെയല്ല, മഴക്കാരെന്ന് കണ്ടാലേ ഇന്ന് ഷൂ ഇടണമെന്ന് ചോദിക്കും കേട്ടോ. ദേവൂട്ടന് ഒരു രക്ഷയില്ല, എന്നെ ഇതാണെങ്കിൽ അവനാ ഇതിൽ തന്നെ പോകണം കേട്ടോ. പിന്നെ ഈ സമയത്ത് അത് കഴിഞ്ഞിട്ട് വന്ന് മുട്ടക്കറിയൊക്കെ വെച്ചു. പിന്നെ അമ്മ ആ സമയത്ത് ചാറുകറി വെച്ചു, മെഴുക്കുവരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.